അഡ്വക്കേറ്റ് കെ ശബരിനാഥൻ എന്ന ഞാൻ 26 മേയർ ഡെപ്യൂട്ടി മേയർ ഇലക്ഷൻ ഉണ്ട്. കൃത്യമായിട്ടുള്ള നിലപാടിൽ UDF ഉണ്ടാകും. നമസ്കാരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു തലസ്ഥാനത്ത് ശ്രീ KS ശബരിനാഥൻ. അദ്ദേഹം കവടിയാർ വാർഡിൽ വിജയിച്ചു. ഇന്ന് സത്യപ്രതിജ്ഞാ ദിനമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അല്ല, ഒന്നാമത്തെ ഒരു കൗൺസിൽ കഴിഞ്ഞു. നമ്മുടെ കോൺഗ്രസിൻ്റെ ശ്രീ ക്ലീറ്റസ് ആണ് മുതിർന്ന രീതിയിൽ ഇത് നിയന്ത്രിച്ചത്. തീർച്ചയായിട്ടും 26 മേയർ ഡെപ്യൂട്ടി മേയർ ഇലക്ഷൻ ഉണ്ട്. കൃത്യമായിട്ടുള്ള നിലപാടിൽ UDF ഉണ്ടാകും. UDFിൻ്റെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളുണ്ടാകും. MLA ആയിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു കൗൺസിൽ സ്ഥാനത്തേക്ക് ജനങ്ങൾ വിജയിപ്പിക്കണം. എവിടെയാണെങ്കിലും ജനങ്ങളുടെ ഇരിപ്പിടമാണത്. നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും കൗൺസിലാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ജനങ്ങളെ പ്രാതിനിധ്യം ചെയ്യും. അതിന് സന്തോഷമേ ഉള്ളൂ. വാർഡിൽ എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ 2-3 റോഡിൻ്റെ ടാറിങ് ആരംഭിച്ചു, ഉണയിക്കിടന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാസം അവസാനം എല്ലാവരും ചേർത്തൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. താങ്ക് യു. എന്തായാലും BJPയുടെ ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന കവടിയാർ വാർഡിലാണ് ശബരിനാഥൻ വിജയിച്ച് കയറിയത്. കഴിഞ്ഞ തവണ ഒരു വോട്ടിന് BJPക്കെതിരെ കോൺഗ്രസ് വിജയിച്ച വാർഡാണ് കവടിയാർ. 74 വോട്ടിനാണ് ശബരിനാഥ് നിലവിൽ വിജയിച്ചിരിക്കുന്നത്. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ LDFന് വോട്ട് കുറച്ചുകൂടി ലഭിച്ചുവെങ്കിലും ശബരിനാഥ് വിജയിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായ മധുസൂദനൻ 2ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായാണ് ശബരിനാഥനെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് ഇറക്കിയത്. കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണത്തെ 10 സീറ്റെന്ന ദയനീയ പ്രകടനത്തിൽ നിന്നും ഇത്തവണ ഇരട്ടിയിലേക്ക് ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞു എന്നതും ഒരു കാര്യം തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്ന മുന്നേറ്റമാണിത് എന്ന് വ്യക്തവുമാണ്. എന്തായാലും ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയായി എല്ലാം തന്നെ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. മുൻ MLA കൂടിയാണ് അദ്ദേഹം. ഇനി ഒരു കൗൺസിൽ ആയിരിക്കുകയാണ്. എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കവടിയാർ വാർഡിലെ ജനങ്ങളെല്ലാം തന്നെ ഈ ഒരു വിജയത്തെയും അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനത്തെയും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 26 കുറുവൻകുളം വാർഡ് മായ RS